ഞാൻ തുടക്കം മുതലേ പറയാം, ഈ കോൾ എനിക്ക് വരുന്നത് ബാദുക്കയാണ് എന്നെ വിളിക്കുന്നത്, എൻ്റെ പ്രൊഡ്യൂസർ. ബാദുക്ക വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമ ഉണ്ട്, ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആനന്ദിനി എന്ന് പറയുന്നൊരു പുതിയൊരു ഡെബ്യൂട്ടൻ്റ് ആണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഷൈൻ സർ, അതായത് എഡ്വേർഡ് ഷൈൻ ആണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. അതായത് പിന്നെ ഈ രാഹുൽ മണപ്പാട്ട് എന്ന് പറയുന്ന ഒരു കഥാകൃത്തിന്റെ ഒരു പരിപാടിയാണ് ഈ അതിൻ്റെ ഒരു, ഞാൻ ആ ബുക്ക് വായിച്ചതാണ്. കാരണം ഈ സിനിമയിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ആ ബുക്ക് വായിക്കുന്നത്. അപ്പം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എഴുത്താണ് ഈ രാഹുലിന്റെ പരിപാടി. അതായത് ഇപ്പൊ ഒരു പാരയിൽ നിന്ന് അടുത്ത പാരയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് സിനിമയിലും സംഭവിച്ചിരിക്കുന്നത്. സിനിമയിൽ അത് തന്നെയാണ് ആനന്ദിനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സിനിമ കണ്ട് വന്ന് സ്ഥിതിക്കാൻ പറയുകയാണെങ്കിൽ മലയാളത്തിൽ ഇത്രയും സ്ക്രീൻ സ്പേസ് ഉള്ള സിനിമ ഞാൻ ചെയ്തിട്ടില്ല. അതായത് കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസ്, നമ്മൾ എന്താണ് ഒരു ആക്ടറിന് എന്താണ് വേണ്ടത്, ഒരു വേറൊരു ഡയറക്ടർ നമ്മൾ ആ സിനിമയിൽ കാണുമ്പോൾ ഓക്കെ ഇവൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇവൻ ഇങ്ങനെ ഒരു ഇവനെ വെച്ച് ഇങ്ങനെ സിനിമകൾ ചെയ്യാമെന്നുള്ളൊരു തോന്നൽ വരുന്നൊരു സിനിമ കൂടിയായിരിക്കും റേച്ചൽ, ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ 2-3 കാര്യങ്ങളാണ്. കാരണം എന്നെ എപ്പോഴും ഓഡിയൻസ് കണ്ടിട്ടുണ്ട് കുറച്ചുകൂടി സ്റ്റൈലിഷ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ചോക്ലേറ്റ് പരിപാടികളാണ്. ഈ സിനിമയിൽ എൻ്റെ മേക്ക് ഓവറിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് മേക്ക് ഡൗൺ എന്ന് തന്നെ പറയുള്ളൂ, അതായത് നമ്മൾ ഡൾ ചെയ്തിട്ടേ ഉള്ളൂ. അതായത് ഇപ്പം അതായിരുന്നു ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പാർട്ട്. അതായത് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു റൂറൽ ആയിട്ടുള്ള ഒരു പയ്യനായിട്ട് തോന്നണം, റോ ആയിട്ട് തോന്നണം, നമുക്കൊരു പക്ക ഒരു നാടൻ ഒരു വില്ലേജ് ബോയ് ആയിട്ട് തോന്നണം. അത് ആനന്ദിനിക്ക് അത് ഭയങ്കരമായിട്ട് അത് മസ്റ്റായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ പാട്ടും ഇതൊക്കെ കണ്ട് മനസ്സിലായി കാണും. പലർക്കും എന്നെ മനസ്സിലായിട്ടില്ല, കണ്ണ് കാണുമ്പോഴാണ് ചില ആൾക്കാർ ഇത് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ ആഗ്രഹമുണ്ട്. കാരണം നമ്മളല്ലാതെ നമ്മളെ ഓൺ സ്ക്രീനിൽ കാണുമ്പോൾ അത് സക്സസ് ആകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. കാരണം എല്ലാവർക്കും ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും. എൻ്റെ ഉള്ളിൽ എപ്പോഴുള്ള ആഗ്രഹമായിരുന്നു നമുക്ക് മേക്കപ്പ് ഒന്നും ഇടാതെ നമുക്ക് റോ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അഭിനയ സാധ്യതയുള്ള സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ദൃശ്യത്തിന് ശേഷം ഒരുപാട് സിനിമകൾ വന്നെങ്കിലും ആ ക്യാരക്ടറിനെ ബ്രേക്ക് ചെയ്തിട്ടൊരു സിനിമ ചെയ്ത്, അതായത് ബിഗ് ബാനറിലൊരു സിനിമ ചെയ്താലേ അത് നിൽക്കത്തുള്ളൂ. അതൊരു എപ്പോഴും ഒരു ചലഞ്ചിങ് ആയിരുന്നു. അതെനിക്ക് തോന്നുന്നു റേച്ചൽ നിക്കോളാസിന് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നീരാവൻ തൂവൽ വീശും നെഞ്ചിൻ തീയായുള്ള ശ്വാസം പോലെ വിണ്ണിൽ പൂത്ത പുതു കണ്ണ്, നീ ചൂടും കാതിൽ കാറ്റായി വിണ്ണിൽ മെയ്യാൽ വീശും പ്രേമച്ചൂറ.